പാർട്ടിയിൽ നിന്ന് രാജിവെച്ച തമിഴ്നാട് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ നടത്തുന്ന പുതിയ രാഷ്ട്രീയ നീക്കത്തിന് വൻ ജനപിന്തുണയേറുന്നതായി റിപ്പോർട്ടുകൾ. അണ്ണാമലൈ പുതുതായി ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ദ ലീഡേഴ്സ് എന്ന പ്രസ്ഥാനം ആരംഭിച്ച മണിക്കൂറുകൾക്കകം 10 ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകർ സംഘടനയുടെ അംഗങ്ങളായതായാണ് വിവരം. നിരവധി ബി.ജെ.പി. പ്രവർത്തകരും പാർട്ടി വിട്ട അണ്ണാമലയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം സെന്റർ ഫോർ എത്തിക് ആൻഡ് പൊളിറ്റിക്സ് എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായി ബി ദ ലീഡേഴ്സ് പ്രവർത്തിക്കുമെന്ന് അണ്ണാമലൈ വ്യക്തമാക്കി. നിലവിൽ ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സംഘം വൈകാതെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടേക്കും. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നതാണ് അണ്ണാമലയുടെ ലക്ഷ്യം. IPS ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലൈ 2020 ജോലി രാജിവെച്ച് BJP-യിൽ ചേർന്നത്. 2021 മുതൽ 2025 വരെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നു അണ്ണാമലൈ. കഴിഞ്ഞ 18 മാസമായി അണ്ണാമലൈ BJP-യുമായി അഭിപ്രായ ഭിന്നതകൾ തുടരുകയായിരുന്നു. ഇന്ത്യക്കാരനോ തമിഴനോ എന്ന ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്നും ഇനി മുതൽ പുതിയ വഴിയാണെന്നും അണ്ണാമലൈ രാജിക്ക് ശേഷം വ്യക്തമാക്കി. ഏതായാലും ഇന്നലെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലൈവായി വന്ന് കെ അണ്ണാമലൈ ഇത്തരത്തിൽ താൻ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കിയത്. ഈ പാർട്ടിയിൽ നിന്നും BJP-യിൽ നിന്നും രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പുതിയൊരു പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഈ ഒരു അണ്ണാമലയുടെ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് വൻ ജനപിന്തുണയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അണ്ണാമലൈ പുതുതായി ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ദ ലീഡേഴ്സ് എന്ന പ്രസ്ഥാനം ആരംഭിച്ച മണിക്കൂറുകൾക്കകം 10 ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകരാണ് സംഘടനയിൽ അംഗങ്ങളായതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിരവധി BJP പ്രവർത്തകരും പാർട്ടി വിട്ട അണ്ണാമലയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട് എന്നതാണ് വിവരം. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം സെന്റർ ഫോർ എത്തിക് ആൻഡ് പൊളിറ്റിക്സ് എന്ന പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമായി ബി ദ ലീഡേഴ്സ് പ്രവർത്തിക്കുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സംഘം വൈകാതെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് കൃത്യമായ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നതാണ് അണ്ണാമലയുടെ ലക്ഷ്യം.